രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് പുതിയ നായകൻ മുഹമ്മദ് അസ്റുദ്ദീൻ ടീമിനെ നയിക്കും. സഞ്ജു സാംസണും സച്ചിൻ ബേബിയും ടീമിലുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനിൽ, വിവരങ്ങൾ. അനിൽ, റീജിത്ത്, കഴിഞ്ഞ സീസണിൽ കേരളം രഞ്ജി ട്രോഫിയിൽ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തുകയൊക്കെ ചെയ്തു. അതിന് മുന്നോടിയായി ഇത്തവണ ആദ്യമായി കിരീടം നേടാമെന്ന പ്രതീക്ഷയോടെ നിന്ന കേരളത്തിന് പുതുനായകൻ എത്തുകയാണ്. മുഹമ്മദ് അസ്റുദ്ദീനാണ് കേരളത്തിന്റെ പുതിയ നായകൻ. അടുത്തിടെ ദിലീപ് ട്രോഫിയിലൊക്കെ തന്നെ സൗത്ത് സോൺ ടീമിനെയൊക്കെ തന്നെ നയിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഹമ്മദ് അസ്റുദ്ദീനെ ക്യാപ്റ്റനായി നിയമിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. അതേസമയം മുൻ നായകന്മാരായ സഞ്ജു സാംസണൊപ്പം തന്നെ സച്ചിൻ ബേബി ടീമിൽ തുടരുമെന്നുള്ളതാണ്. ചരിത്ര നേട്ടം സമ്മാനിച്ചുവെങ്കിൽ പോലും പുതിയ കാലഘട്ടത്തെ അല്ലെങ്കിൽ പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്നതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ മുഹമ്മദ് അസ്റുദ്ദീനെ നായകനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറുനാടൻ താരം ബാബ അപരാജിതാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ളത്. ടീമിൽ ഒരു ഒമിഷൻ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ബേസിൽ തമ്പിക്ക് ഇത്തവണ ടീമിൽ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഏതൻ ആപ്പിൾ ടോമിനെയും ഒപ്പം തന്നെ ബേസിൽ NPA പോലുള്ള മികച്ച താരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ IPL അടക്കം കളിച്ച് പരിചയമുള്ള ബേസിൽ തമ്പിയെ ഇത്തവണ ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങൾ. കേരളത്തിന്റെ ആദ്യ മത്സരം ഈ മാസം 15-നാണ് തുടങ്ങുന്നത്. കാര്യവട്ടത്താണ് മഹാരാഷ്ട്രക്കെതിരായിട്ടുള്ള മത്സരത്തിന് തുടക്കമാവുന്നത്. എന്തായാലും കേരളം കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരം നഷ്ടമായ കിരീടം ഇത്തവണ നേടാമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. അതിൽ പുതിയ നായകന്റെ കീഴിലാണ് ഇത്തവണ ഇറങ്ങുന്നത്. ശരി, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ പുതിയ നായകന് കീഴിൽ കേരളം ഇറങ്ങും. മുഹമ്മദ് അസ്റുദ്ദീനാണ് ടീമിനെ നയിക്കുക. സഞ്ജുവും സച്ചിൻ ബേബിയും ഒക്കെ ടീമിലുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.